ജെയിംസ്, നിങ്ങൾ എനിക്ക് വിശ്വാസമാണ്. ഞാൻ ഹോസ്റ്റലിൽ പോകുന്നില്ല. താങ്ക് യു. പ്രിയപ്പെട്ട ബാലേട്ട, ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. സുഖം തന്നെ. ബാലേട്ടനെ കാണാൻ കഴിയുന്നില്ലെന്ന ദുഃഖം മാത്രമേ എനിക്കുള്ളൂ. എത്രയും വേഗം ഞാൻ ബാലേട്ടന്റെ അടുത്ത് വരും. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇങ്ങോട്ട് പോരാം. അമ്മയോടും രേഖയുടെ അന്വേഷണം പറയണം എന്ന് സരിത. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇരിക്കൂ. എന്താ ഇത്? എനിക്ക് ശമ്പളം കിട്ടിയതാ. ഇതെനിക്കെന്തിനാ? 1 മാസമായല്ലോ ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. വാടകയായിരിക്കും അല്ലേ? അതിനിവിടെ ഞാൻ ഹോസ്റ്റലോ ലോഡ്ജോ നടത്തുന്നില്ലല്ലോ. അയ്യോ, അതുകൊണ്ടല്ല. ജെയിംസിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അല്ലെങ്കിൽ എനിക്കിവിടെ താമസം. വേണ്ട, എനിക്ക് പേടിയാന്ന് വിചാരിച്ചേ സരിത ഇവിടെ കാവലൊന്നും കിടക്കണ്ട. ഇഷ്ടമുള്ളപ്പം ഇവിടെ ഇറങ്ങിപ്പോ. അല്ല ജെയിംസ്, ഞാൻ ജെയിംസിനെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടി. ഇത് വേണ്ടെങ്കിൽ വേണ്ട. എന്നെങ്കിലും ഇതിന്റെ അർത്ഥം ജെയിംസിന് മനസ്സിലാകും. ആരടാ എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്നത്? എന്നിട്ട് ചോറ് വിളമ്പിട്ടാ? വേണേ വിളമ്പി തിന്നോ. എന്നിട്ടാ പാത്രവും കഴുകി വെച്ചേരെ. വർക്ക് ചെയ്യുന്ന പാത്രം അകത്തോണ്ട് അതും കൂടെ കഴുകി വെച്ചേരെ. മഴ മഴ. അയ്യോ സാറെ പോത്തി. നീ എന്താ പറഞ്ഞേ? നീ തിന്ന പാത്രം ഞാൻ കഴുകി. ആര് പറഞ്ഞു? ആരാ സാറിനെ കഴുകാൻ പറഞ്ഞു? സാർ പാത്രം. അയ്യോ ഞാനങ്ങനെ പറയോ സാർ? അയ്യോ കൊച്ചമ്മ ഇരിക്കണം സാർ. ഞാൻ സാറിന്റെ ശമ്പളം വാങ്ങിക്കുന്നതല്ലേ സാർ? സാർ പണം ചോദിച്ചു തിന്നണം സാർ. അയ്യോ സാർ, ഞാൻ സാറിനെ പറഞ്ഞു വിടത്തില്ല. എന്നെ പറഞ്ഞു വിടരുത് സാറേ. പാവമുണ്ട് സാർ. എന്താ? പ്രിയ ബാലേട്ട, എനിക്ക് ഇവിടെ സുഖം തന്നെ. പക്ഷെ നിങ്ങളെയൊക്കെ കാണാൻ കഴിയാത്തതിലുള്ള ദുഃഖമേ ഇന്നെനിക്കുള്ളൂ. എനിക്കെന്നും ധൈര്യം പകർന്നുകൊണ്ട് ബാലേട്ടൻ എപ്പോഴും എന്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട്. രേഖേ, നമ്മുടെ ജെയിംസ് ജോർജ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറാണ്. പഴയ ആളൊന്നല്ല, എത്രമാത്രം മാറിയിരിക്കുന്നു. അയാളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം അത്ഭുതം തന്നെ. ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും കണ്ടുമുട്ടാറുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ പിന്നീട് അറിയിക്കാം എന്ന് സരിത. എന്താ ഏട്ടാ? സരിത അവളെ എനിക്ക് നഷ്ടപ്പെടുവോ? സരിത അത്തരക്കാരൊന്നുമല്ല ചേട്ടാ. മനുഷ്യ മനസ്സല്ലേ, എപ്പോഴാ മാറുന്നതെന്ന് ആർക്കറിയാം. ഈ ഫയലെല്ലാം ഓഫീസിൽ കൊടുത്തേക്കും. ശരി സാർ. സരിതയ്ക്ക് മനസ്സിലായോ? എസ് ഐ കൃഷ്ണൻകുട്ടി. അന്ന് സത്യത്തിൽ ഞാൻ തെറ്റിദ്ധരിച്ചു. സ്ഥിരം പാർട്ടിയിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഐ ആം സോറി. സാറിന് കാപ്പി? ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. താങ്ക്സ്. ഇരിക്കൂ.
ഇത് ഭാര്യയായിട്ടില്ല, ഭാര്യയെ പോലെ. സാറ് കോളടിച്ചല്ലോ. സമ്മാനം എനിക്ക് വേണം സാർ. കല്യാണത്തിന് ഒരാഴ്ച മുമ്പേ വന്നേക്കണം. ബസ് ഇൻചാർജ് കൃഷ്ണൻകുട്ടിക്ക്. ഓക്കെ സാർ. ഏതായാലും ഭാര്യ ആയിട്ടില്ലാത്ത ഭാര്യ എന്ന നിലയ്ക്ക് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. ജെയിംസ്, വളരെ നാളായി ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. സരിത പറയാതെ തന്നെ സരിതയുടെ മനസ്സ് പഠിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജെയിംസ്, നിങ്ങൾ എത്ര വലിയ മനുഷ്യനാണ്. ഞാനും ബാലേട്ടനുമായിട്ടുള്ള ബന്ധം നിങ്ങൾ എങ്ങനെയോ മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. ഇത്രയും വലിയ മനസ്സുള്ള നിങ്ങളെ തെറ്റിദ്ധരിച്ചില്ലേ? എന്നോട് ക്ഷമിക്കൂ. സരിത, ഇന്നെന്റെ പിറന്നാളാണ്. ഓ, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ സരിത എന്തെങ്കിലും ഒരു സമ്മാനം തരും എന്നറിയാവുന്നതുകൊണ്ടാണ് സസ്പെൻസ് ആക്കി വെച്ചത്. ഈ മോതിരം ഒരു സമ്മാനം. സമ്മാനം എപ്പോഴും ഓർമ്മിക്കേണ്ടതുകൊണ്ടാണ് അതിൽ പേര് എഴുതിയിരിക്കുന്നത്. ചേച്ചി. യെസ്, പുതിയ ജെയിംസ് ജോർജ്. സരിത അന്ന് പറഞ്ഞില്ലേ ഒരു ദിവസം കന്യാകുമാരിയിൽ പോയി അസ്തമയം കാണണമെന്ന്. ഇന്ന് പോവാം. ഇനി ഒരു ദിവസം ആവാം. എന്റെ പിറന്നാളായിട്ട് സമ്മാനവും തന്നില്ല. ഇന്ന് എന്റെ കൂടെ കന്യാകുമാരിയിൽ വന്നാൽ അതായിരിക്കും ഏറ്റവും വലിയ സമ്മാനം. ഐ ലവ് യു. ഐ ലവ് യു. ഇത് വെറുമായിട്ട് വേണോ വർക്കി? രാവിലെ വയറ്റിനൊരു ചെറിയ തകരാറ്. സ്വപ്പം ആസവം തട്ടിക്കളയാന്ന് വെച്ചു. കാലത്തെ ആസവത്തിന് ഇത് പെണ്ണുങ്ങളുടെ അസുഖമല്ല. ആ. ഇത് മൂലം, ദശമൂലം, അരപ്പട്ട, ആപ്പട്ട, ഈപ്പട്ട, വേപ്പുംപട്ട, കരിപ്പെട്ടി. സാറിങ്ങോട്ട് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. അയ്യോ, ചതിക്കല്ലേ. സാറിനോട് പറയരുത്. ഞാൻ ഈ ചെയ്തതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. ഇത് സാർ അറിയാത്ത സ്ഥിതി അറിയാമല്ലോ. എന്നെ ഇവിടുന്ന് പറഞ്ഞ് വിടത്തില്ല.